കാന്താരി കളക്ടർ പെണ്ണും കലിപ്പനിച്ചായനും. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇതിപ്പോ കൊറേ ആയല്ലോ ഇമാതിരി അമ്മന്റെ വയറ്റത്തടിക്കുന്ന വാർത്ത. എന്താ പോക്രീച്ച? കല്യാണം ഉറപ്പിച്ച പെണ്ണ് വിവാഹ തലേന്ന് സ്വർണ്ണപ്പണ്ടായിട്ട് കാമുകനൊപ്പം ഒളിച്ചോടിയെന്ന്. ഇന്നത്തെ ജൻസികൾക്ക് പ്രേമിക്കാൻ ഒരാള്, കല്യാണം കഴിക്കാൻ വേറൊരാള് അല്ലേ? പത്രം വായിച്ച് നെടുവീർപ്പെട്ട ബ്രോക്കർ പോക്കറിനെ നോക്കി അങ്ങനെ ചോദിച്ചു. ഷിജു ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. എന്ന് രാവിലെ ഓടാനിറങ്ങുന്ന ഷിജുവിന് തിരിച്ചു വരുമ്പോൾ രാജുവേണ്ട ചായക്കിൽ നിന്നൊരു കട്ടൻ ചായ പതിവാണ്. കുറച്ചേരം അവിടെ ഇരുന്ന് മൊബൈൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് അവൻ അത് കുടിച്ചു തീർക്കും. ഇജ്ജ് ചിരിച്ചണ്ട, അണക്കിയതൊന്നും ബാധകമല്ലല്ലോ. നല്ല ജോലി ഉണ്ടല്ലോ ഷിജു മോൻ. എനക്ക് ഒരു പെണ്ണ് കിട്ടിയാ ത്രീശാമച്ചിയുടെ സങ്കടവും തീർത്തുകൂടെ എനക്ക്. അയ്യോ വേണ്ടായി, ഷിജു പോക്കറിനെ തൊഴുത് പറഞ്ഞു. അതെന്താ താൻ പള്ളിയിലച്ചനാൻ പോവാ? അതുകൊണ്ടല്ലേക്ക, നമ്മളൊക്കെ കല്യാണം വേണ്ടാന്ന് വെച്ച് ഇതൊന്നും സഹിക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന അസുഖം, വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പോ നാട്ടിൽ നല്ല സ്വഭാവമായ്മയുള്ള പെൺകുട്ടികളെ ഇല്ലെന്നാണ് ഇജ്ജ് പറയുന്നത്? എവിടെ ഉണ്ടാവാൻ? ഒക്കെ കണക്കാ. ഈ അങ്ങനെ ഉറപ്പിക്കണ്ട. ലീവ് ഉള്ള ദിവസം ധൈര്യമായിട്ട് ചിൻ്റെ കൂടെ വാ. കല്യാണം കഴിക്കാനൊക്കെ നല്ലൊരു പെണ്ണല്ലേ വേണ്ട. ഞാൻ കാണിച്ചു തരാൻ ഷിജു. അല്ല പോക്രീസ, നിങ്ങൾ മുസ്ലിം കുട്ടികളുടെ കല്യാണം നടത്തുന്നത്? എനിക്കത് ചേരൂലപ്പ. അല്ല, നമ്മുടെ സഭയുള്ള പല കുട്ടികൾ നിങ്ങൾ ലിസ്റ്റിലുണ്ടോ? ആദ്യം തന്നെ ഷിജുമോനെ ഞാൻ പറഞ്ഞു, നമ്മൾ പലയിടത്തും പോണ കൂട്ടത്തിൽ എൻ്റെ ജാതിപ്പെട്ട ഒരു സുന്ദരി കൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. ആണക്കത് ചേരും. നല്ല തറവാട്ടുകാരാ. ആണോ? എവിടെ? അതൊക്കെ സസ്പെൻസ്. ഞങ്ങൾ ബ്രോക്കർമാർ ഒരുപാട് സസ്പെൻസ് സൂക്ഷിക്കുന്നവരാ. അതൊന്നും അങ്ങനെ എളുപ്പം പൊട്ടിച്ചളയാൻ പറ്റില്ല. നീ റെഡിയായിട്ട് വണ്ടി കൊണ്ടുപോവാ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആ സ്ഥലം വരെ പോവാം. നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് താല്പര്യമില്ല. വീട്ടിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. എവിടുന്നെങ്കിലും ഏതെങ്കിലും ഒന്നിനെ കെട്ടിക്കൊണ്ടുവരാനാ പറയുന്നത്. എന്തായാലും പോക്കറിച്ച് ഒരുപാട് കല്യാണം കഴിച്ചു കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ, വാക്ക് തള്ളിക്കളയുന്നില്ല. എന്നാ പോയിക്കളെ, ഇവർ ഞായറാഴ്ചനായിക്കോട്ടെ. അപ്പണക്ക് പൂതി ഉണ്ടായിരുന്നല്ലേ. കുടുംബജീവിതം എല്ലാ യുവജനങ്ങളുടെയും സ്വപ്നല്ലേ പോക്രീസ. അങ്ങനെ ആ ഞായറാഴ്ച ഷിജു ബ്രോക്കർ പോക്കറുമായി പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ചേർന്നു. ഇവിടുത്തെ കുട്ടിക്ക് ഒരു കല്യാണാലോചനയായിട്ട് വന്നാ. പെണ്ണിന്റെ അമ്മച്ചി കത്രീനാമ്മയ്ക്ക് ബ്രോക്കർ പോക്കറിനെ കുറിച്ച് അല്പസ്വല്പം അറിയാം. പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. ആ നാട്ടിലുള്ള തന്റെ കൂട്ടുകാരികളെ മക്കളുടെ കല്യാണത്തിന് പോകുമ്പോൾ ചെറുക്കനെ ഏർപ്പാടാക്കിയത് ഈ ബ്രോക്കർ പോക്കറാണെന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുക്കൻ ആരാണെന്ന കാര്യത്തിൽ അവർക്കൊരു സംശയവുമുണ്ട്. ആ ഒരു ചെറുക്കനെയും പോക്കറിനെയും വീട്ടിൽ പൂമുഖത്ത് സ്വീകരിച്ചിരുത്തി. ഷിജു വിളിക്ക്, ഞാനിന്ന് കത്രീനാമിനോട് കാര്യം സംസാരിച്ചിട്ട് വരാം. പങ്കപ്പാടോടെ വാക്കിൽ നിൽക്കുകയായിരുന്ന കത്രീനാമിന്റെ അടുത്തേക്ക് പോക്കർ ചെന്നു. കത്രീന ചേച്ചി, ആ ഇരിക്കുന്നതാണ് ചെറുക്കൻ ഷിജു ജോൺസൺ. മൊളയൂരിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാ. തിരക്കേടാത്ത കുടുംബം, സർക്കാർ ഉദ്യോഗസ്ഥൻ, KSEBിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. നല്ല വൃത്തിയുള്ള ഒരു പെണ്ണിന് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഇവിടുത്തെ കുട്ടിയാ. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നാ. അതിനെന്താ പോക്കര്, ചെറുക്കൻ പെണ്ണിനെ കണ്ടോട്ടെ, അവളകത്തുണ്ട്, ഞാനിപ്പോൾ വരാൻ പറയാം. ആയിക്കോട്ടെ, സന്തോഷം. ആചാരപ്രകാരം തന്നെ പെൺകുട്ടി ചായ ട്രേയുമായി ചെറുക്കൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. പോക്കറും ഷിജുവും ചായ എടുത്തു. ഒഴിഞ്ഞ ട്രേയുമായി പെൺകുട്ടി അമ്മച്ചിയുടെ പുറകിൽ പോയി നിന്നു. എന്നിട്ട് ഓളി കണ്ണോടെ ഷിജുവിനെ നോക്കി. ചായ കുടിച്ചുകൊണ്ട് ഷിജു പെണ്ണിനെ നോക്കി. അവൾ നാണിച്ച് തലതാഴ്ത്തി. എന്താ പേര്? ശങ്കൂരി. എന്താ? ഷിജുവിന് വ്യക്തമായി കേട്ടില്ല. അവനൊന്നുകൂടെ ചോദിച്ചു. പോക്കറിന് അവൾ പറഞ്ഞ പേര് വ്യക്തമായി കേട്ടിരുന്നു. അതെ ഷിജുമോനെ, ശങ്കുവിളി എന്നാണ് അവൾ പറഞ്ഞു. നമ്മളീ ബാങ്ക് വിളിയില്ലേ, അതുപോലെ ഈ ശങ്കുവിളിയും. ശങ്കുവിളിയല്ല, ശങ്കൂരി. അവൾ തിരുത്തി. അതെ അതെ, ബാളിയല്ല, ഒലി. പോക്കറ് ശരിവെച്ചു. ശങ്കുലിക്ക് ചിരി പൊട്ടി. ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവൾ വായുപത്തി പിടിച്ചു. രണ്ടുപേരും പരസ്പരം അറിയേണ്ട കാര്യങ്ങളൊക്കെ അടുത്ത് എന്നതിനെ ചോദിച്ചോളൂ. കത്രീനാമ അങ്ങനെ പറഞ്ഞപ്പോൾ ആയി ശരിയാ, ഞമ്മൾ തടസ്സമുണ്ട എന്ന് പറഞ്ഞ് പോക്കറും പുറത്തിറങ്ങി നിന്നു. എൻ്റെ പേര് ഷീജു, KSEBിയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക. തോംസൺ അപ്പച്ചനടക്കം മരിച്ചു. വീട്ടിൽ ഞാനും ത്രേസി അമ്മച്ചിയും മാത്രം. എത്ര പേര് പഠിച്ചു? ജോലി ഉണ്ടോ? ഞാൻ BCom പഠിച്ചു, ഇപ്പൊ MCom ചെയ്യാം. ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. ആണോ? ഈ ശങ്കുലി എന്ന പേരൊന്നെങ്ങനെയാ? അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പണ്ടുള്ളവരിട്ടു, അത്ര തന്നെ. നല്ല ക്ലാസിക് നെയിം, കൊള്ളാം, ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. പേര് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ? അല്ല, ഇയാളെ. അത് കേട്ട് ശങ്കുലി നാണത്തോടെ തലതാഴ്ത്തി പുഞ്ചരിച്ചു. അല്പസമയത്തിനുള്ളിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കി. പെണ്ണിന് തന്നോട് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയ ഷിജു ആവേശം കൊണ്ട് ചാടിക്കയറി ചോദിച്ചു. അപ്പൊ നമുക്കങ്ങ് സെറ്റാവല്ലേ? ആള് മൂളി. എന്നാ ഓക്കെ, ഇപ്പൊ ഞാൻ പോവാ. വേഗം വീട്ടുകാരോട് കെട്ടിച്ചേരാൻ പറ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സ്പീഡാക്കാം. ശരി, പറയാം. ഷിജു തമാശയോടെ ശങ്കുലിയോട് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ആ തമാശ ആസ്വദിച്ച് പറഞ്ഞു. ചെറുക്കൻ ഗവൺമെന്റ് ജോലിക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ കത്രീനാമക്കും പെണ്ണിനും ആ ആലോചന ഒരുപാട് ഇഷ്ടമായി. പഴയ രാഷ്ട്രീയക്കാരനും പരേതനുമായ ജോസിന്റെ ഭാര്യയാണ് കത്രീനാമ. അവർക്ക് 2 മക്കളാണ്, ശങ്കുലിയും ബിനോയിയും. മകൻ ബിനോയ് അപ്പച്ചനെ പോലെ തന്നെ സാമൂഹ്യ സേവനവും രാഷ്ട്രീയവുമാണ്. വൈകിട്ട് മകൻ ബിനോയ് കയറി വന്നപ്പോൾ കത്രീനാമ ശങ്കുലിക്ക് ഒരു ആലോചന വന്ന കാര്യം പറഞ്ഞു.
എന്തുകൊണ്ട് കെട്ടിക്കും? ഇവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലല്ലോ. നിന്റെ അപ്പൻ്റെ വകയായിട്ട് കിടപ്പാടുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിലും എനിക്ക് എൻ്റെ അപ്പച്ചെന്ന സ്ഥലമുണ്ട്. അത് വിറ്റിവിടെ കെട്ടിക്കാം. ആർക്ക് വേണം ആ പട്ടിയുന്ന സ്ഥലം? ആരെടുക്കും? താഴത്തെ കുഞ്ഞമ്പൂട്ട് എടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതാണ് കാര്യം. അതിന് പട്ടയം പാസ്സായിട്ട് കിട്ടിയിട്ടില്ല. പട്ടയം സംഘടിപ്പിച്ചു കൊടുക്കുക അയാൾ എടുക്കും. അതിലേ പറയാൻ വന്ന്. ലാൻഡ് ട്രൈബ്യൂണലിൽ നിന്ന് പട്ടയം പാസ്സായതാ. ആ സമയത്ത് ആ റിക്കാർഡ് വാങ്ങിച്ചു കൊണ്ടുവരെ ഇവിടെ ഒരുത്തിനും കൂട്ടാക്കിയില്ല. ആളില്ലാത്തതുകൊണ്ട് അത് മടക്കിയത്. ആ സമയത്ത് പട്ടയത്തിനോട് എല്ലാവർക്കും പട്ടയം പാസ്സായി കിട്ടി. നന്നായി നികുതി അടയ്ക്കുകയും വേണ്ടുന്ന കൈമാറ്റം നടത്തി കാശാക്കുകയും ചെയ്തു പലരും. നീ പാർട്ടി പരിപാടിയൊക്കെ പോയിട്ട് പാതിരാത്രി കയറി വരുന്നുകൊണ്ടാണോ അത് വാങ്ങിക്കാൻ പോകാൻ തുടങ്ങിയത്? വേഗം പോയിട്ട് ലാൻഡ് ട്രൈബ്യൂണലിൽ റീഓപ്പൺ അപേക്ഷ കൊടുത്ത് അത് വാങ്ങി വരാൻ ഞാൻ എത്ര നാളായി പറയുന്നു. നീ കേട്ടോ? ഇല്ലല്ലോ. ഞാൻ പോയിട്ടൊന്നും അവർ കൂട്ടാക്കുന്നില്ല. അമ്മച്ചി ലാൻഡ് ട്രൈബ്യൂണലും കോർട്ടും അക്ഷരാർത്ഥത്തിൽ ഇല്ലാണ്ടായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ സമ്പൂർണ്ണ അധികാരം തഹസീൽദാരുടെ അടുത്തോ കളക്ടറുടെ അടുത്തോ മറ്റുവാ. എങ്കിലും അവിടേക്ക് അടുത്ത് പോയി പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് പോടാ. നികുതി അടച്ച കടലാസ് ഞാൻ തരാം. അതൊക്കെ കൊണ്ട് കാണിക്ക്. നോക്കാന്ന് പറഞ്ഞാൽ പോരാ. ഈ ആഴ്ച തന്നെ തീരുമാനം ഉണ്ടാക്കണം. മോളുടെ കല്യാണം ഇങ്ങനെ നടത്തി കൊടുക്കണം. നീ ഇങ്ങനെ തെക്ക് വടക്ക് കണക്കാൻ വേഗം കാര്യങ്ങളൊക്കെ ചെയ്യ്. ഓ ശരി, പോവാം. ഒന്നും മിണ്ടാണ്ടിരിക്കോ? മിനു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് നല്ല സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സ്വാർത്ഥ താല്പര്യമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയും അത് ഉപയോഗിച്ചിരുന്നില്ല. തന്റെ വസ്തുവിന്റെ പട്ടയം ലഭിക്കാനായി അവൻ അമ്മച്ചി കത്രീനാമയുടെ കയ്യിൽ നിന്നും നികുതി അടച്ച കടലാസുമായി തഹസീൽദാരുടെ ഓഫീസിലെത്തി. ഈ കുരുപ്പാണോ ഇവിടെ? തന്റെ എതിർകക്ഷിയിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവാണ്. ഇയാളാണെങ്കിൽ തനിക്ക് എട്ടിന്റെ പണി തരും. എങ്കിലും ശ്രമിക്കന്നേ. പിന്നെ നികുതി അടച്ച കടലാസുകളും മറ്റു അയാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പട്ടയം പാസ്സായ സർട്ടിഫിക്കറ്റ് ഇവിടെയുണ്ട്. അതിനുള്ള അപേക്ഷയാണിത്. ഉദ്യോഗസ്ഥ രേഖകൾ പരിശോധിച്ചപ്പോൾ അയാളുടെ മുഖത്തൊരു പുച്ഛം തെളിഞ്ഞു. അവനെ ശ്രദ്ധിച്ചു. ഈ പട്ടയം കുറെ മുമ്പേ പാസ്സായതാ. അത് കൃത്യസമയത്ത് വിളിച്ചപ്പോൾ വന്ന് വാങ്ങിക്കാത്തതുകൊണ്ട് അതിപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കാം. മാത്രമല്ല, എവിടെന്നെങ്കിലും തപ്പിയെ കണ്ടെത്തണമെങ്കിൽ അത് അന്വേഷിക്കേണ്ട പ്യൂണ് ലീവിലുവാ. ഏതായാലും താനിപ്പോൾ പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞു വാ. അപ്പോൾ നോക്കാം. എനിക്ക് കുറേ നാളൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യമായിട്ട് എടുത്തേനെ സാർ. തനിക്ക് എന്താണോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തന്നോടല്ലേ പറഞ്ഞ ഇവിടെ തിരക്കാണെന്ന്. മനുഷ്യരുടെ സമയം എനിക്കടുത്ത് ഓരോന്നും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു രാവിലെ തന്നെ. എടോ തഹസീൽദാരെ, താനിത് പോക്കിത്തരാണ് ഈ പറയുന്നത്. ഞാനൊരു അപേക്ഷ കൊണ്ട് വന്നല്ലേ, അല്ലാതെ എൻ്റെ വീട്ടിലെ കുഞ്ഞമ്മയുടെ കല്യാണക്കാരൻ അന്വേഷിച്ചു വന്നല്ലോ. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതെന്റെ പാർട്ടി ഓഫീസല്ല, മനസ്സിലായോ? കടക്ക് പുറത്ത്. തഹസീൽദാർ ഒച്ച വെച്ചപ്പോൾ സീറ്റിൽ നിന്ന് മറ്റു ഉദ്യോഗസ്ഥന്മാർ എഴുന്നേറ്റ് വന്ന് സംഭവം ആരാഞ്ഞു. എന്താ സാർ, എന്താ പ്രശ്നം? എന്റെ സഭാന ഇയാൾക്ക് പണ്ടെങ്ങോ പാസ്സായ ഒരു പട്ടയത്തിന്റെ കാര്യം പറഞ്ഞ ഇവിടെ ഒന്ന് ബഹളം വയ്ക്കുക. ഞാൻ പറഞ്ഞു അന്വേഷിക്കാൻ ആളില്ല, ലീവിലാണ്, വന്നിട്ട് എടുത്തു വെക്കാം. അതൊന്നും കേൾക്കുന്നില്ല. അയാൾക്ക് ഇപ്പൊ തന്നെ വേണം പട്ടയം. ആറ് ശരിക്കും മിനോയുടെ കയ്യിൽ ആ പേപ്പേഴ്സ് ഒക്കെ നോക്കി. സാർ, ഇത് കുറെ നാളുകൾ കഴിഞ്ഞാൽ റെക്കോർഡൊക്കെ ചിലപ്പോൾ കളക്ടർ ഓഫീസിലുണ്ടാവും. അങ്ങോട്ട് ചെല്ലുന്ന നല്ലത്. തർക്കിക്കുന്നതിനിടയിൽ വിനയ് തന്റെ സൗഹൃദ സ്വാധീനം ഉപയോഗിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞ് പട്ടയ വിഷയം ഇപ്പോൾ കളക്ടറുടെ പരിഗണനയിലാണെന്ന്. ട്രൈബ്യൂണലിന്റെ കയ്യിലല്ല ഇപ്പോൾ അത്. കളക്ടർ നേരിട്ടാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ പഴയ റെക്കോർഡുകളും രേഖകളും കിട്ടുമെന്നും അത് വെച്ച് കളക്ടർക്ക് പട്ടയം പാസ്സാക്കി തരാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. അതോടെ ബിനോയ് അല്പം തണുത്തു. അങ്ങനെ ബിനോയ് കളക്ടറുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കളക്ടറേറ്റിൽ ചേർന്ന് അവനൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്തു. അപ്പോഴേക്ക് ഓഫീസിൽ ടീ ബ്രേക്ക് സമയമായിരുന്നു. കളക്ടറെ കാണാൻ കാത്തിരിക്കുന്നതിനിടയിൽ ക്യാൻറ്റീനിൽ ചെന്നൊരു കാപ്പിയൂടി പാസ്സാകുമെന്ന് അവന് തോന്നി. അപ്പോഴാണ് തനിക്ക് പരിചയമുള്ള പോലെ ഒരു പെൺകുട്ടി ആ ക്യാൻറ്റീനിലെ ജീവനക്കാരോടൊക്കെ സംസാരിച്ചിരിക്കുന്ന അവൻ കണ്ടത്. ആകസ്മികമായ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അമ്പരന്ന് പോയി. അത് മറ്റാരുമല്ല, കോളേജ് കാലത്ത് അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീകനയാണ്. ശ്രീകനയും ബിനോയും കണ്ട് അല്പം അമ്പരന്നു. പിന്നെ അവിടെ ഒരു പുഞ്ചിരിയോട് അവൻ അടുത്തേക്ക് വിളിച്ചു. ഏയ് വിനോയ്, എവിടെന്താ പരിപാടി? ഹലോ, ഇത് ശ്രീകനല്ലേ? ആണല്ലോ. നീ എന്തെവിടെ? എന്നെ പെട്ടെന്ന് മനസ്സിലായില്ലേ? ഓ മൈ ഗോഡ് ബിനോയ്, നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക്? താനെന്താ ഇവിടെ? ഞാനൊരു പട്ടയ സർട്ടിഫിക്കറ്റ് അന്വേഷിച്ചു വന്ന. പണ്ട് പാസ്സായത് വാങ്ങിക്കാൻ പറ്റിയില്ല. തഹസീൽദാർ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ കളക്ടറിൽ കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കളക്ടറെ നേരിട്ട് കണ്ട അപേക്ഷയ്ക്ക് വാങ്ങാമെന്നാ. എന്നിട്ട് ബിനോയ് കളക്ടറെ കണ്ടോ? ഇല്ലടി, ടീ ബ്രേക്ക് അല്ലേ, ചായ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ചായ കഴിക്കാൻ അങ്ങനെ ഇങ്ങോട്ട് വന്നാ. കളക്ടർ ചായ കുടി കഴിഞ്ഞ് എപ്പോൾ എത്തുമാവോ? ആളുടെ ശ്രീകനെ പൊട്ടിച്ചിരിച്ചു. ആളുടെ മുത്തുപൊഴിയുമ്പോഴുള്ള ചിരി കേട്ട് ക്യാൻറ്റീനിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചു. എടാ പൊട്ടൻ, ഞാൻ എറണാകുളത്തെ കളക്ടർ. എൻ്റെ ഈശ്വര, നീയാണോ? ആണല്ലേ, ഒരു ശ്രീകനെയാണ് കളക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല. നീ BSc കഴിഞ്ഞ് പോയതല്ലേ? പിന്നീട് എപ്പോഴാണ് സിവിൽ സർവീസ് എഴുതിയേ? അതൊക്കെ ഉണ്ട്, പറയാം. വിനയ് വാ. കളക്ടറേറ്റ് ക്യാനിൽ വെച്ച് തന്റെ പഴയ കൂട്ടുകാരിയെ കാണുകയും അവളാണ് ആ കളക്ടർ എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ബിനോയ് ആകെ അന്തിച്ച് നിൽക്കുകയാണ്. ശ്രീകനെ കണ്ട് പഴയ സൗഹൃദം പുതുക്കാൻ കിട്ടിയ അവസരത്തിൽ ബിനോയ് താൻ വന്ന കാര്യം തന്നെ മറന്നുപോയി. ശ്രീകന തന്റെ കളക്ടറേറ്റ് ക്യാബിൽ കൊണ്ടുപോയി പിന്നെ ഇരുത്തി. ഓഫീസ് അറ്റൻഡർ വിളിച്ച് ബിനോയുടെ കയ്യിൽ നിന്ന് അപേക്ഷയും നികുതി അടച്ച കടലാസും അയാളെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സർവേ നമ്മളുടെ പട്ടയം ഇവിടെ ഉണ്ടാവും, അതും തിരഞ്ഞെടുത്ത് കൊണ്ടുവരാവും. ശരി വേണം. അറ്റൻഡർ അതും കൊണ്ടുപോയി. ശ്രീകന ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവന്ന ചായ ഫ്ലാസ്കിൽ നിന്നും 2 ഗ്ലാസ്സിലേക്ക് പകർന്നു. എന്തായാലും ബിനോയ് ചായ കുടിക്കേ. ആൾ നൽകിയ ചായ കഴിക്കുമ്പോൾ ബിനോയ് ചോദിച്ചു, ശ്രീകന പറഞ്ഞ ചായ ഇവിടത്തേക്ക് കൊണ്ടുവരില്ലേ? ഇതിനാ പോയത്? എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് തന്നെ ചെയ്യും, എനിക്കതാ ശീലം.
തിരഞ്ഞു കിട്ടിയ പട്ടയുമായി അറ്റൻഡർ വന്നു. ശ്രീകൻ അത് പരിശോധിച്ചു. പട്ടയ അപ്പോൾ തന്നെ സൈൻ ചെയ്ത് കൊടുത്തു. ബിനോയിന് സന്തോഷമായി. താങ്ക്സ് ശ്രീകന. താങ്ക്സ് ഇതിന്, ഇതൊക്കെ അന്നേ പാസ്സായതല്ലേ, കൃത്യസമയത്ത് വാങ്ങിക്കാൻ കളിച്ചിടന്നോ അല്ലേ? പിന്നെ ഇപ്പോഴും രാഷ്ട്രീയം തന്നെയാണോ? പിന്നല്ലാതെ അത് വിടാൻ പറ്റുമോ? അപ്പച്ചൻ്റെ പാത തന്നെയാ ഇപ്പോഴും ഞാൻ പിന്തുടരുന്നത്. ബിനോയി ഓർക്കുന്നുണ്ടോ അന്നൊരു പെരുമഴത്ത് നമുക്ക് ഒന്നിച്ച് ഒരു കൊടക്കീഴിൽ ക്ലാസ്സിലേക്ക് പോയത്? അത് പിന്നെ കോളേജ് യൂണിയൻ ചെയർമാനിലായിരുന്നോ? ഓ, അത് മറക്കാൻ പറ്റുമോ? എനിക്ക് ടോയ്ലറ്റ് പോകാൻ കുടന്നില്ലല്ലോ. എൻ്റെ കൂടെ ടോയ്ലറ്റ് വരെ കുട്ടിയെ പോലെ വന്നല്ലാതെ ആ കൂടെ എന്നെ തൊടിയിച്ചില്ല. ശരിയാ, അവളത് ഓർത്തെടുത്തു. അന്നൊരു ദിവസം ആകാശം മൂടിയ കരിമേഘങ്ങളെ വകഞ്ഞു മാറ്റി മഴത്തുള്ളികൾ പെയ്തിറങ്ങിയപ്പോൾ ശ്രീകരൻ തന്റെ കുടയും പിടിച്ച് ശാന്തമായി നടന്നു പോവുകയായിരുന്നു. ആൾക്ക് മഴയെക്കുറിച്ച് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. പകരം ആ തണുത്ത അന്തരീക്ഷത്തെ അവൾ ആസ്വദിക്കുകയായിരുന്നു. അതേസമയം തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ ബിനോയ് ക്ലാസ്സിലെത്താനുള്ള തിടുക്കത്തിൽ തന്നെ നടത്തം വേഗത്തിലാക്കി. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് മുന്നിലൂടെ കുട പിടിച്ചിറക്കുന്ന ശ്രീകനെ അവൻ കാണുന്നത്. സമയം ലാഭിക്കാനും മഴയിൽ നിന്ന് വേഗരക്ഷ നേടാനുമായി അവൻ ഒട്ടുമടിക്കാതെ അവളുടെ കുടക്കീഴിലേക്ക് ഓടിച്ചെന്ന് കയറി നിന്നു. ശ്രീകനയോടൊപ്പം കുടക്കീഴിൽ നടന്നപ്പോൾ അവന്റെ ദേഹങ്ങളുടെ ദേഹവും പരസ്പരം മെല്ലെ തഴുകി. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുരുഷ സ്പർശനത്തിന്റെയും അവന്റെ ശരീരത്തിൽ നിന്നുള്ള ഗന്ധത്തിന്റെയും ആ അടുപ്പത്തിന്റെ ഇംഗിതങ്ങളും ഒരു പുതിയ ലോകം അവൾക്ക് മുമ്പിൽ തുറന്നു. പെട്ടെന്നുണ്ടായ ഈ സാമീപ്യം അവളുടെ ഉള്ളിലെ മൃദുല വികാരങ്ങൾ ഉണർത്തുകയും ആളിലൊരു പ്രത്യേക അനുഭൂതി നിറയ്ക്കുകയും ചെയ്തു. ക്ലാസ്സിലെത്തി അസൈൻമെന്റുകളും പുസ്തകങ്ങളും വെച്ചതിന് ശേഷം ബിനോയ്, ശ്രീകന നിന്റെ കുടയും തരുമോ? അത് കേട്ട ശ്രീകൻ അമ്പരപ്പോടെ, അയ്യോ അതെന്തിനാ എൻ്റെ കൂടെ? ടോയ്ലറ്റ് പോകാനാ? വേണ്ട, കുട ഞാൻ തരില്ല, ഞാൻ കൂടെ വരാം. കൂടെ വരാനോ? അത് ജെൻസ് ടോയ്ലറ്റാ, അങ്ങോട്ട് വന്ന് ആരെങ്കിലും പറയില്ലേ? ബിനോയ് ആശങ്ക പ്രകടിപ്പിച്ചു. പിള്ളേരൊക്കെ വന്നു തുടങ്ങുന്നില്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഞാൻ വരാം എന്ന് പറഞ്ഞ് ശ്രീകനെ കുടയും പിടിച്ച് അവനെ ജെൻസ് ടോയ്ലറ്റിന്റെ വാതിൽ വരെ കൊണ്ടുപോയി. അവിടുന്ന് ഒന്ന് സാധിച്ചു വന്നപ്പോൾ അവൾ അവനെ കൂട്ടി തിരിച്ചു വരികയും ചെയ്തു. ശ്രീകനയുടെ അന്നത്തെ പ്രവൃത്തി കൊണ്ട് അവനെന്ന് അത്ഭുതം തോന്നി. വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് ശ്രീകൻ ഒരു കളക്ടറാണ്. കളക്ടറുടെ ചേംബറിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ആ നിമിഷമാണ് ബിനോയി അവൾ ഓർമ്മിച്ചത്. കഴിഞ്ഞ കാലം അവൻ്റെയും സ്മരണയിൽ വന്നു. എങ്കിലും അന്ന് പല അവസരത്തിലും ചോദിച്ചിട്ട് ഉത്തരം കിട്ടാതെ അവശേഷിച്ച ആ ചോദ്യം അവൻ അവളോട് ഇപ്പോഴും ചോദിച്ചു. ശ്രീകന, അന്ന് കുടതരാ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ചെന്തിനാ? ആ കുടയ്ക്ക് എന്തായാലും അത്രയും പ്രത്യേകത. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.